ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം. 22-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ന്യായാധിപ സംഘത്തിന് മുൻപാകെ യേശുവിനെ അവർ കൊണ്ടുവന്ന് വിസ്തരിക്കുന്നതാണ്. അവിടെ അവർ അവൻ്റെ മേൽ ഒരു കുറ്റമേ ആരോപിച്ചുള്ളൂ. അവൻ ദൈവപുത്രൻ ആണെന്ന് നീ പറയുന്നുവോ? അവൻ മശിഹായാണ്, ദൈവപുത്രനാണെന്ന് അവൻ പറഞ്ഞു എന്ന് മാത്രമേ അവർ ആരോപിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ 23-ാം അധ്യായത്തിൽ അവർ 3 ആരോപണങ്ങളാണ് യേശുവിൻ്റെ മേൽ ഉന്നയിക്കുന്നത്. പീലാത്തോസിൻ്റെ അടുക്കൽ വെച്ച് യഹൂദന്മാർക്ക് ഒരാളെ കൊലയ്ക്ക് വിധിക്കുവാനുള്ള അധികാരമില്ല. അത് ചെയ്യണമെങ്കിൽ റോമാ സർക്കാരിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ന്യായാധിപനായ പീലാത്തോസിൻ്റെ അടുക്കലേക്ക് യേശുവിനെ അവർ അയച്ചത്. ഇവിടെ വന്നപ്പോൾ അവർ രാഷ്ട്രീയമായ ചില ആരോപണങ്ങൾ കൂടി യേശുവിൻ്റെ മേൽ ആരോപിക്കുന്നുണ്ട്. ഇവിടെ 3 ആരോപണങ്ങളാണ് പീലാത്തോസിന് അവർ പറഞ്ഞത്. ഒന്ന്, ഇവൻ ജനത്തെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ജനങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കുന്നു. 3, സീസറിന് കരം കൊടുക്കുന്നത് എന്നതിനെ അവൻ എതിർക്കുന്നു. കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. സീസറിന് കരം കൊടുക്കണമോ എന്നവർ ഒന്ന് ചോദിച്ചപ്പോൾ നാണയം മേടിച്ചെൻ്റെ മേലെടുത്ത് ആരുടേതാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്ന് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. കൊടുക്കണ്ട എന്ന്, സീസറിന് കൊടുക്കരുതെന്ന് കൊടുക്കണമെന്നാണ് കർത്താവ് വാസ്തവത്തിൽ പറഞ്ഞത്. ഇവിടെ വാസ്തവ വിരുദ്ധമായ ആരോപണം അവരിവിടെ ഉന്നയിക്കുന്നു. 3, അവൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവൻ അവകാശപ്പെട്ടു എന്നാണ്. രാജാവാണെന്ന് അവൻ പറഞ്ഞില്ല, താൻ ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞു. അപ്പോൾ കർത്താവ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനെ ക്രൂശിക്കുവാൻ വേണ്ടി അവർ ഇവിടെ പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയാണ്. അപ്പോൾ പീലാത്തോസ് യേശുവിൽ കുറ്റമൊന്നും കാണുന്നില്ല. ഇവരുടെ ആ ദുരുദ്ദേശം പീലാത്തോസിന് മനസ്സിലായി. പക്ഷെ അവരെ പിണക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം ഗലീലക്കാരനാണെന്ന് കേട്ടിട്ട് ഹെറോദേസിൻ്റെ അടുത്തേക്ക് യേശുവിനെ അയക്കുകയാണ്. അന്ന് ഹെറോദേസ് യെരുശലേമിൽ ഉണ്ടായിരുന്നതായി നമ്മൾ വായിക്കുന്നു. ഒരുപക്ഷെ പെരുന്നാളൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹം വന്നതായിരിക്കാം. ഹെറോദേസാണ് പീലാത്തോസിനേക്കാൾ കൂടുതൽ യേശുവിനെ അപമാനിച്ചത്. യേശു മൗനമായി നിന്നതുകൊണ്ട് ഹെറോദേസ് യേശുവിൽ നിന്ന് ഒരു അത്ഭുതം കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. ഹെറോദേസിൻ്റെ മുമ്പിൽ യേശു ഒരു കാഴ്ചവസ്തു മാത്രമായിരുന്നു. അവൻ യഥാർത്ഥ മശീഹായായി കാണുവാനല്ല, അവനിൽ നിന്ന് അത്ഭുതങ്ങളെ കാണുവാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആക്ഷേപരൂപത്തിൽ യേശുവിനെ അവൻ അങ്കി അണിയിച്ചു. കർത്താവിനെ വെറുപ്പോടെ അവൻ വീക്ഷിച്ചു. പീലാത്തോസിനെ സംബന്ധിച്ചോളം എങ്ങനെയെങ്കിലും ഈ ഭാരം തൻ്റെ തലയിൽ നിന്ന് ഒഴിച്ച് വിടണമെന്നുള്ളത് കൊണ്ടാണ് ഹെറോദേസ് അടുത്തേക്ക് വിട്ടത്. രണ്ടാമത് ഹെറോദേസിൻ്റെ ആദരവും സ്നേഹവും ഒക്കെ പിടിച്ചു വാങ്ങാൻ അവർ തമ്മിൽ നേരത്തെ ശത്രുതയിലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹം വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം യേശുവിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതൊരു വാസ്തവമാണ്. യേശു മുഖാന്തരമാണ് ശത്രുതയിലായിരിക്കുന്നവർ അന്നും ഇന്നും എല്ലാം മറന്ന് സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. യേശു ഒരു കാരണമാണ്. യേശു മുഖാന്തരം മാത്രമേ അത് സാധിക്കത്തുള്ളൂ.
എന്നാൽ ഹെറോദേസും പടയാളികളും യേശുവിനെ പരിഹസിച്ചു. വെറും വിജാതീയനായ പീലാത്തോസ് ഇത്രയും ഭയങ്കര കാര്യം യേശുവിനെ അങ്ങനെ പരിഹസിക്കുന്നില്ല. പീലാത്തോസിന് പറ്റിയ പ്രശ്നം സത്യമറിഞ്ഞിട്ടും സത്യത്തിനു വേണ്ടി കുറേയൊക്കെ വാദിച്ചുവെങ്കിലും അതിൽ നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല. കാരണം തൻ്റെ സ്ഥാനം ഭദ്രമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്. മാത്രമല്ല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തുകൊള്ളുക. ഒരിക്കലും അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ട ആൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ സ്ഥാനം ഏറ്റെടുത്തുകൊള്ളുക. അപ്പം യേശു കൈസറിൻ്റെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു ആരോപണം കൂടി യേശുവിൻ്റെ മേൽ അവരോട് കൂടുതൽ വെച്ച് എങ്ങനെയെങ്കിലും യേശുവിനെ ക്രൂശുമരണത്തിന് ഏൽപ്പിക്കണം അവർക്ക്. പിന്നെ നമ്മൾ കാണുന്നത് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. യേശു ക്രൂശിന് ചുമന്നുകൊണ്ട് പോകുമ്പോൾ കുറേനക്കാരനായ ശീമോനെ 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പെസഹ പെരുന്നാളിനെ സംബന്ധിക്കുവാൻ വിദൂരദേശത്തു നിന്ന് വന്ന ഒരു തീർത്ഥാടകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മർക്കോസ് 15:27 നമ്മൾ കണ്ടായിരുന്നു. അദ്ദേഹം ആരായിരുന്നുവെന്ന്? അലക്സാന്ദ്രിയോസിൻ്റെയും റൂഫോസിൻ്റെയും പിതാവായിരുന്നു എന്നാണ്. ഈ റൂഫോസിനെ വിശുദ്ധ പൗലോസ്ലീഹ റോമാലേഖനത്തിൽ അഭിവാദ്യം ചെയ്യുന്നതായി കാണാം. അപ്പം അത് ആ പൗലോസുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. യഹൂദനായ ശമോനെ സംബന്ധിച്ചിടത്തോളം, ഈ ശീമോനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാൻ കാരണമായത് തൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അദ്ദേഹം പിന്നെ ക്രിസ്ത്യാനിയായി എന്നാണ് സഭാചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നീട് യേശു ക്രിസ്തു കുരിശും വഹിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കർത്താവിൻ്റെ 12 ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യം, പരസ്യ ശിഷ്യത്വം ലഭിക്കാത്ത ഈ കുറേനക്കാരനായ ശീമോനാണ് ഇവിടെ ലഭിക്കുന്നത്. കർത്താവിനോട് ചേർന്ന് കുരിശു വഹിച്ച് കർത്താവിൻ്റെ ആ വേദനയിൽ അല്പം ആശ്വാസം കർത്താവിന് കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചത് ഈ കുറേനക്കാരനായ ശീമോനാണ്. പിന്നീട് നമ്മൾ 27 മുതൽ 32 വരെ കർത്താവിൻ്റെ കുരിശു വഹിച്ചുള്ള യാത്ര നമ്മൾ കാണുന്നു. മറ്റ് സുവിശേഷങ്ങളൊക്കെ നമ്മളിതുമായി വായിച്ച് ധ്യാനിച്ചതാണല്ലോ. അവിടെ യേശു തമ്പുരാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, മറ്റ് സുവിശേഷങ്ങളിൽ കാണാത്തൊരു കാര്യം. കർത്താവ് തന്നെ അനുഗമിച്ച സ്ത്രീകളെ നോക്കി പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾ ഇത് കരയേണ്ട, കാരണം ഞാൻ ഇതിനു വേണ്ടി വന്നവനാണ്. ഞാൻ മനസ്സോടെയാണ് ഈ വേദന അനുഭവിക്കുന്നത്. എന്നാൽ എൻ്റെ വാക്ക് കേട്ട് ദൈവസന്നിധിയിലേക്ക് തുറക്കപ്പെട്ട വാതിലൂടെ കടക്കുവാൻ മനസ്സാകാതിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾക്കറിയണം. പച്ചമരം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ എന്നോട് ഇവരിങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ വിപ്ലവകാരികളായ നിങ്ങളുടെ മക്കളെ എത്രയധികം ഇനി അവർ പീഡിപ്പിക്കും എന്ന് ഭാവിയിൽ ജെറുസലേമിന് വരാൻ പോകുന്ന നാശത്തിൻ്റെ നാളുകളെ കർത്താവ് ഇവിടെ മുന്നമേ തന്നെ പറയുകയാണ്. അന്നവർ ഒരുപാട് കരയേണ്ടി വന്നിട്ടുണ്ടാവും. ഇനിയും നമ്മൾ ജെറുസലേം പുത്രിമാരോടുള്ള ആഹ്വാനവും ക്രൂശിൽ നിന്നുള്ള 7 മൊഴികൾ 3 ഇവിടെ രക്ഷിതനായ അല്ലെങ്കിൽ യേശുവിനോടൊപ്പം രക്ഷയുടെ അവസ്ഥയിലേക്ക് വന്ന ആ കള്ളൻ്റെ കാര്യവും ഈ 3 ഈ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങൾ വ്യത്യസ്തമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ 33 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ലോകത്താരും ചെയ്യുന്ന ഒരു കാര്യമല്ല, മനുഷ്യ സാധാരണമായ ഒരു രീതിയല്ല, അത് അമാനുഷികമാണ്.
അതാണ് ദൈവീകം. ക്രൂശിക്കുന്നവനെ നോക്കി അവന് വേണ്ടി പ്രാർത്ഥിക്കുക. സാധാരണ എല്ലാവരും ക്രൂശിക്കുന്നവനെ മനസ്സുകൊണ്ടാണ്, പുറമേ പറഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ടാണേലും ശപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ കർത്താവ് ഗെത്സമനായി പ്രാർത്ഥിച്ചതുപോലെയുള്ള ശക്തമായ പ്രാർത്ഥനയോടെ അല്ലാതെ ഒരിക്കലും ശത്രുവിനെ അനുഗ്രഹിക്കുവാനോ സ്നേഹിക്കുവാനോ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അത്ര ശക്തമായി ദൈവാത്മാവ് നമ്മൾ ഇടപെട്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ പ്രതികാരം ചെയ്യാതിരിക്കാമായിരിക്കാം, പക്ഷേ അവനു വേണ്ടി പ്രാർത്ഥിക്കുക, അവന് നന്മ വരാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രമാത്രം ദൈവാനുഭവം നമ്മിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. പിന്നെ കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ കാര്യമാണ് 39 നമ്മൾ വായിക്കുന്നത്. രണ്ടുപേരും കർത്താവിനെ ദുഷിച്ചവരൊക്കെ ആവാം. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു കള്ളന് അല്ലെങ്കിൽ ഈ ഒരു കുറ്റവാളിക്ക് യേശുവിനോട് സ്നേഹം തോന്നാൻ കാരണം? ഈ കുരിശുമ്മേ കിടന്നുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയായിരിക്കണം. ശത്രുവിന് ക്ഷമ നൽകാനുള്ള പ്രാർത്ഥനയും ദിവ്യമായ സ്വഭാവവും കണ്ടിട്ടാണ് അവൻ്റെ മനസ്സ് മാറി, അവൻ പുതിയ ആളായി മാറി. യേശുവിനെ ദുഷിച്ച തൻ്റെ കൂട്ടുകാരനെ അവൻ ശാസിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രതിധ്വനി എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ പ്രാർത്ഥന എന്താണ്? നിന്റെ രാജ്യത്തിൽ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു മശിഹായാണെന്ന് അവൻ അവിടെ വെച്ച് മനസ്സിലാവുകയാണ്. താൻ മനുഷ്യരെ ഉറപ്പിക്കുന്നവനായി നേരിൽ കണ്ട യഹൂദന്മാർ, യേശു എന്ന വീരപ്രവൃത്തികളൊക്കെ കണ്ടവൻ അവനെ തിരസ്കരിച്ചു. നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഈ കള്ളൻ്റെ വിശ്വാസം അതുല്യമാണ്. ഇത് മറ്റാർക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ള മനുഷ്യരൊക്കെ യേശുവിൽ വിശ്വസിച്ചത് എന്തുകൊണ്ടാണ്? അമാനുഷികമായ ചില കാര്യങ്ങൾ യേശുവിലൂടെ നടന്നതുകൊണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് മാത്രമാണ് അവർ യേശുവിൽ വിശ്വസിച്ചത്. പക്ഷേ കർത്താവ് ക്രൂശിൽ കിടന്ന അത്ഭുതങ്ങളൊന്നും കാണിക്കുന്നില്ല. തന്നോടൊപ്പം കുറ്റവാളിയായ തന്നോടൊപ്പം ക്രൂശിൽ കിടന്ന് മരിക്കുന്ന യേശുവിനെ നോക്കി അവൻ മശിഹായാണെന്ന് വിശ്വസിച്ച് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയണമെങ്കിൽ ഇത് സാധാരണ ആർക്ക് ലഭിക്കുന്നതല്ല. എല്ലാവരും അവനെ ദുഷിച്ച് പറഞ്ഞു, ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. മറ്റേ കുറ്റവാളി ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ടല്ല ഇവൻ യേശുവിൽ വിശ്വസിച്ചത്, ക്രൂശിൽ മരിക്കുന്നത് കണ്ടിട്ടാണ്. അതുപോലെ ശതാധിപനും പറഞ്ഞു, ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രനാണ്. അത് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ടല്ല, യേശുവിൻ്റെ ഈ ഒരൊറ്റ പ്രാർത്ഥനയായിരിക്കണം അവരൊക്കെല്ലാം പെട്ടെന്ന് ഒരു രൂപാന്തരം അല്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. നമ്മുടെ ചില സമയത്തെ വാക്കുകളും ചില പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ സ്വയം തിരുത്താൻ കാരണമായി മാറും. വെറുതെ പൊള്ളയായ വാക്കുകൾ പറയുമ്പോഴല്ല, ആത്മാർത്ഥമായി വേദന അനുഭവിച്ച് മരണാസന്നനായി ക്രൂശിൽ കിടന്ന് പിടയുന്ന കർത്താവിൻ്റെ പ്രാർത്ഥന. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചത്, ക്രൂശെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൗതികമായി അത്ഭുതം പ്രവർത്തിക്കുന്നതല്ല. ആ ക്രൂശിൻ്റെ അനുഭവമാണ്
പർദീസായ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്നത്. കർത്താവ് അവനോട് പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലിരിക്കും, ഭാവിയിലിരിക്കുമെന്നല്ല. ആ നിമിഷം തന്നെ അവൻ ആ വലിയ ഭാഗ്യം അവിടെ ലഭിക്കാൻ കാരണമായി തീർന്നു. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരണസമയത്താണെങ്കിൽ പോലും അനുതാപവും മാനസാന്തരവും നമുക്കുണ്ടാകുമെങ്കിൽ ദൈവം നമ്മളെ കൈക്കൊള്ളുമെന്നുള്ളതാണ്. ബാക്കിയുള്ളപ്പോൾ എങ്ങനെ ജീവിക്കാമെന്നല്ല. അവസാന നിമിഷത്തിൽ ഒരു നിമിഷമെങ്കിലും അതിനുള്ള സാധ്യത മനുഷ്യനിൽ കാണുന്നെങ്കിൽ അവനെയും രക്ഷിക്കാൻ ദൈവം സന്നദ്ധനാണ്. അപ്പോൾ ദൈവാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ ഇപ്രകാരം ഒരു ജീവിതം, ഇപ്രകാരം ഒരു പ്രാർത്ഥന നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കർത്താവിനോടുകൂടെ ഇരിക്കുന്നവൻ അവൻ ജീവനുള്ളവനാണ്. നീ നിന്നോട് പർദീസായിരിക്കുന്നു പറഞ്ഞിട്ട് കർത്താവ് പോയത് എവിടെയാണ്? പാതാളത്തിലേക്ക്. 1 പത്രോസ് 4 അധ്യായത്തിൽ നമ്മളിതൊക്കെ വായിക്കുന്നുണ്ട്. ആദം മുതൽ പാതാളത്തിലായിരുന്ന എല്ലാവരോടും കർത്താവ് പോയി സുവിശേഷം അറിയിക്കാൻ പോകുന്നു. കാരണം അവർക്കാർക്കും യേശുവിനെ കാണാനോ യേശുവിൻ്റെ വചനം കേൾക്കാനോ അവസരം ലഭിച്ചിട്ടില്ല. അവരിലും ക്രിസ്തുവിൽ വിശ്വസിച്ചവരും അനുദപിച്ച കള്ളനും കൂടി പരദീസയുടെ വാതിൽ തുറന്ന് ആദ്യമായി പരദീസയിലേക്ക് പ്രവേശിക്കുന്നതായി നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു. ആദമിനെ ഇറക്കി വിട്ട പരദീസയിലേക്ക് ആദ്യം പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഈ മനുഷ്യനാണ്. അതെന്ന് ഓർത്ത് എന്തൊരു ഭാഗ്യം അവന്. ഈ ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും അവന് ലഭിച്ച ഭാഗ്യം അതാണ്. കഷ്ടത അനുഭവിച്ച് മരിക്കുന്ന കർത്താവിനെ നോക്കി, നീ ദൈവമാണ്, നീ മശിഹായാണ്, നിന്റെ രാജ്യത്തിൽ എന്നെ സ്വീകരിക്കണമെന്ന് പറയാൻ സാധിച്ച ആ വിശ്വാസത്തിന് ലഭിക്കുന്നതായ വലിയ പ്രതിഫലമാണത്. മനുഷ്യവർഗത്തിന് ഇതുവരെ ആർക്ക് ലഭിക്കാത്ത ഭാഗ്യം ഈ കുറ്റവാളിയെന്ന് ലോകം വിധിച്ച് ക്രൂശിൽ മരിക്കുന്ന ഈ മനുഷ്യനിവിടെ ലഭിക്കുകയാണ്. മൂന്നാമത് കർത്താവ് 46 വാക്യം വരുമ്പോൾ കർത്താവ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണാം. പിതാവ്, എൻ്റെ ആത്മാവിനെ ഞാനിതാ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഗതശമനായി പ്രാർത്ഥിച്ചിട്ടും കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടും ആ പാനപാത്രം തന്നെ കൊണ്ട് കുടിപ്പിച്ച, വേദന അനുഭവിക്കാൻ തന്നെ വിട്ടുകൊടുത്ത അതേ ദൈവകരങ്ങളിൽ തൻ്റെ ആത്മാവിനെ താൻ ഏൽപ്പിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയുടെ ശക്തി, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, മനസ്സാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതും ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്നതും. പ്രതികൂലമായ അനുഭവങ്ങൾ അനുഭവിക്കുമ്പോഴും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നവനാണ് വിശ്വാസി. ആ ഒരു തലങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് വരാൻ പ്രയാസമാണ്. അതിശക്തമായ വിശ്വാസവും അതിശക്തമായ പ്രാർത്ഥനാ ജീവിതവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ അപ്രകാരം ഒരു സമർപ്പണം നമുക്ക് സാധിക്കുകയുള്ളൂ. മരിച്ചുകൊണ്ട് വേദന, താൻ പ്രാർത്ഥിച്ചത് ഒന്നും നടക്കാതെ താൻ ക്രൂശിൽ മരിക്കേണ്ടി വന്നപ്പോൾ തൻ്റെ ആത്മാവിനെ, കർത്താവ് ദൈവമാണെങ്കിലും പൂർണ്ണ മനുഷ്യനും കൂടിയാണ്. അപ്പോൾ മാനുഷികമായ എല്ലാ ചിന്തകളും എല്ലാ വികാരങ്ങളും ഇപ്പോൾ കർത്താവിലുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ അജണ്ട നമുക്കറിയാം. പകലുള്ളിടത്തോളം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യണമെന്നായിരുന്നു കർത്താവിൻ്റെ മുദ്രാവാക്യം. അതെല്ലാം ചെയ്തിട്ട്
തൻ്റെ കർത്തവ്യം മുഴുവൻ പൂർത്തീകരിച്ച് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ കർത്താവ് ഫലമേൽപ്പിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും സഭയിലേക്ക് വിളിച്ചിരിക്കുന്നതും ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. ഒന്ന്, ദൈവത്തെ നമ്മൾ അറിയണം. 2, എല്ലാറ്റിനേക്കാൾ ഉപരി ആത്യന്തികമായി അവനെ നമ്മൾ സ്നേഹിക്കണം. 3, പൈശാചിക പ്രലോഭനം ഉണ്ടായപ്പോൾ പറഞ്ഞപ്പോൾ അവനെ മാത്രം നമ്മൾ ആരാധിക്കണം മനസ്സിൽ. 4, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കണം. 5, അതിന് ലഭിക്കുന്ന പ്രതിഫലനമാണ് അല്ലെങ്കിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളത്. കർത്താവ് കൃതാർത്ഥതയോടെ പിതാവിൻ്റെ കയ്യിൽ ആത്മാവിനെ ഫലമേൽപ്പിച്ചതുപോലെ യേശുവിനെ ആദ്യം ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ കയ്യിലെടുത്ത വൃദ്ധനായ ശമോൻ ഹന്ന എൻ്റെ കണ്ണ് രക്ഷയെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ നമുക്കുള്ള എല്ലാ കഴിവുകളും ദൈവത്തിനായി വിനിയോഗിച്ച് ആത്മാവിനെ ദൈവ തൃക്കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ദൗത്യം. അതിന് നമുക്കിടയാവണം. അവസാനം കർത്താവിൻ്റെ കബറടക്കമാണ്. മറ്റ് സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചതുപോലെ അരിമത്യക്കാരൻ ജോസഫ് ധനികനാണ്. സ്വന്തമായി തോട്ടവും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പണിത പുതിയ കല്ലറയിൽ യേശുവിനെ സംസ്കരിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം തയ്യാറാവുന്നു. അദ്ദേഹം കർത്താവിനാൽ വിളിക്കപ്പെട്ട ശിഷ്യനൊന്നുമല്ല. എന്നാൽ ദൂരെ നിന്ന് കർത്താവിനെ കണ്ട് അവൻ ആരാണെന്ന് മനസ്സിലാക്കിയവനാണ്. അതുകൊണ്ടാണ് തൻ്റെ തോട്ടവും തനിക്ക് വേണ്ടി പണിത കബറും എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുവാൻ ആ മനുഷ്യനിവിടെ സാധിക്കുന്നത്. ശിഷ്യത്വത്തിലേക്ക് വിളിച്ച് പരസ്യ ശിഷ്യത്വം സ്വീകരിച്ച ഒരാൾ പോലും ഇപ്പോൾ കർത്താവിനെ ശരീരത്തിലൂടെ ചോദിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിക്കോദിമോസും കൂടി ഉണ്ടായിരുന്നതായി പിന്നീട് നമ്മൾ വായിക്കും. പക്ഷേ ഈ അരിമത്യക്കാരൻ ജോസഫ് പരസ്യ ശിഷ്യനല്ല, രഹസ്യ ശിഷ്യനാണ്. ഇന്നും കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വിജാതികളായ രഹസ്യ ശിഷ്യന്മാർ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പരസ്യ ശിഷ്യത്വമില്ല, പേരില്ല. പക്ഷെ അവർ ഹൃദയത്തിൽ യേശുവിനെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ പരസ്യ ശിഷ്യന്മാരായ നമ്മളാണ് യേശുവിനെ അധിക്ഷേപിക്കുന്നതും വേദനപ്പെടുത്തുന്നതും ഉപേക്ഷിക്കുന്നതും. അതിൽ നിന്ന് വ്യത്യസ്തമായി ആരെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നുവോ, ആരിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നുവോ, ആ ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയായിത്തീരണം. അതിന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ഈ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം വായിച്ച് കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നന്മ ചെയ്തിട്ടും തിന്മ പ്രതിഫലമായി അനുഭവിക്കുന്ന ആ വലിയ ജീവിതം നമുക്ക് മാതൃകയാക്കാം. കർത്താവ് ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുമ്പോൾ സന്തോഷിക്കണം, കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചു. നന്മ ചെയ്യുമ്പോൾ തന്നെ സ്വർഗത്തിൽ പ്രതിഫലമായി, എന്നാൽ അതിന് പകരം തിന്മ അനുഭവിക്കുമ്പോൾ അതവിടെ ഇരട്ടിയാവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നന്മയ്ക്ക് പകരം മറ്റുള്ളവരിൽ നിന്ന് തിന്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. അതിന് ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.